നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിറ്റി വിഷൻ ബ്രേക്കിംഗ്. ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിച്ചു കിട്ടിയ വീട് നിർമ്മിക്കാനാകാതെ ആദിവാസി കുടുംബങ്ങൾ. ചിന്നക്കനാൽ 300 ഉന്നതിക്ക് സമീപം കഴിയുന്നവർക്ക് NOC നൽകാതെ റവന്യൂ വകുപ്പ്. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ പദ്ധതി നടപ്പാക്കുന്നതിൽ വകുപ്പുകൾ പ്രത്യേക പരിഗണന നൽകണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്. റോഡ് നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കാനും നിർദ്ദേശം. മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സപ്ലൈകോ ഓണം ഫെയറുകൾ ആരംഭിച്ചിട്ടുള്ളതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. മൂന്നാർ ടൗണിലെ വ്യാപാരികളെ കുടിയൊഴിപ്പിക്കാനുള്ള ചില ഉദ്യോഗസ്ഥരുടെയും ഗൂഢസംഘങ്ങളുടെയും നീക്കം നിയമപരമായും അല്ലാതെയും നേരിടുമെന്ന മൂന്നാറിലെ കോൺഗ്രസ് നേതൃത്വം. വിശദമായ വാർത്തകളിലേക്ക്. സിറ്റി വിഷൻ ബ്രേക്കിംഗ്. ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിച്ചു കിട്ടിയ വീട് നിർമ്മിക്കാനാകാതെ ആദിവാസി കുടുംബങ്ങൾ. ചിന്നക്കനാൽ 300 ഉന്നതിക്ക് സമീപം കഴിയുന്ന ആദിവാസികൾക്കാണ് റവന്യൂ വകുപ്പിൽ നിന്നും വീട് നിർമ്മിക്കുന്നതിന് NOC നൽകാത്തത്. 17 വർഷത്തിൽ കൂടുതലായി സ്ഥിരതാമസക്കാരാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തിയാൽ NOC നൽകാമെന്ന സർക്കാർ ഉത്തരവ് നിലനിൽക്കെയാണ് ആദിവാസി കുടുംബങ്ങളോടുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുടെ അവഗണന. പതിറ്റാണ്ടുകളായി കുടിലിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വീട്ടു നമ്പർ നൽകി. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ലൈഫ് ഭവന പദ്ധതിയിൽ ഇവർക്ക് വീടും അനുവദിച്ചു. എല്ലാ രേഖകളും ഹാജരാക്കി. പക്ഷേ താലൂക്കിൽ നിന്നും ഇവർക്ക് വീട് വെക്കുന്നതിന് NOC നൽകുന്നില്ല. കാരണം അന്വേഷിക്കുമ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ നൽകുന്ന മറുപടി നിലവിൽ ഇവർ താമസിക്കുന്ന ഭൂമി റവന്യൂ രേഖകളിൽ HNL പ്ലാന്റേഷൻ എന്ന് കാണുന്നു എന്നാണ്. മുമ്പ് HNL കമ്പനിക്ക് പാട്ടത്തിന് നൽകിയിരുന്ന ഭൂമിയുടെ പാട്ടക്കാലാവധി അവസാനിച്ച സർക്കാർ ഭൂമിയാണെന്നിരിക്കെയാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ വിചിത്രമായ മറുപടി. പാട്ടക്കാലാവധി കഴിഞ്ഞാൽ ഈ ഭൂമി ആദിവാസി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമാണെന്ന് വ്യക്തമാണ്. മുമ്പ് ഭൂമി ലഭിക്കാത്ത ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി വിതരണം നടത്തണമെന്നാവശ്യപ്പെട്ട് പട്ടികവർഗ ഏകോപന സമിതി റവന്യൂ മന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന് ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് വിതരണം നടത്താൻ ബാക്കിയുള്ള ഭൂമി HNL കമ്പനിക്ക് പാട്ടത്തിന് നൽകിയിരിക്കുകയാണെന്നും അതിനാൽ സ്ഥലമില്ലെന്നുമാണ്. അതുകൊണ്ട് തന്നെ പാട്ടക്കാലാവധി അവസാനിക്കുമ്പോൾ ഭൂമി പാവപ്പെട്ട ആദിവാസി കുടുംബങ്ങൾക്ക് വിതരണം നടത്തേണ്ടവർ തന്നെ ഇവിടെ നിന്നും ഇവരെ കുടിയൊഴിപ്പിക്കുവാൻ കൂട്ടുനിൽക്കുന്നു എന്നതാണ് ഉയരുന്ന ആരോപണം. വീടെന്ന സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ച അസുഖം ബാധിച്ച ഓമനയുടെ അച്ഛൻ മുമ്പ് മരിച്ചിരുന്നു. മക്കൾ പഠിക്കുകയാണ്. കൂലിപ്പണി ചെയ്ത് ഇവരെ പഠിപ്പിക്കുമ്പോഴും മനസ്സിന്റെ വേദന തങ്ങൾ ഭൂമിക്ക് അവകാശികളല്ല എന്നതാണ്. ഓമന ആവർത്തിച്ചു പറയുന്നു, പോകാൻ മറ്റൊരിടമില്ല. തങ്ങൾക്ക് ഇതുവരെ സർക്കാരിന്റെ ഒരു സഹായവും ലഭിച്ചിട്ടില്ല. സർക്കാർ പദ്ധതിയിൽ ലഭിച്ച വീടെങ്കിലും പണിയാൻ അനുവദിക്കണം. എല്ലാം ഇത്രത്തോളം ഞങ്ങളെ ഇതുപോലെ സഹിച്ച് ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പെരക്കകത്ത് കിടന്നുറങ്ങാൻ പേടിയാ. കാരണം കാറ്റിട്ട് വട്ടം കറക്കുക. എപ്പോൾ വേണേലും നല്ലൊരു കാറ്റ് വന്നു കഴിഞ്ഞാൽ എപ്പോൾ വേണേലും നല്ലൊരു മഴയിലാണേലും ഈ വീട് പോകാവുന്ന അവസ്ഥയിലാണ്. കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ ഒരു മാർഗമില്ല. ഈ ഇവിടെ വന്ന് ഇങ്ങനെ കിടന്ന ഒരു അടച്ചുറപ്പുള്ള ഒരു വീട്, ഒരു മനുഷ്യന്റെ ഒരു ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അടച്ചുറപ്പുള്ള ഒരു വീട്. ചിന്നക്കനാലിലെ കുറച്ച് ആദിവാസികളുടെ മാത്രം അവസ്ഥയല്ലിത്. പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിച്ച കൈവശ ഭൂമിയുള്ള ആർക്കും റവന്യൂ വകുപ്പ് NOC നൽകുന്നില്ല. എന്നാൽ ചിന്നക്കനാലിൽ വൻകിട നിർമ്മാണങ്ങൾക്ക് ഒരു നിയന്ത്രണമില്ല എന്നതും കാണേണ്ടതാണ്. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ പദ്ധതി നടപ്പാക്കുന്നതിൽ വകുപ്പുകൾ പ്രത്യേക പരിഗണന നൽകണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടമലക്കുടിയിലേക്കുള്ള കോൺക്രീറ്റ് റോഡിന്റെ അവശേഷിക്കുന്ന ഭാഗം കൂടി അടിയന്തര പ്രാധാന്യം നൽകി നിർമ്മാണം പൂർത്തിയാക്കാൻ പൊതുമരാമത്ത് റോഡ് വിഭാഗത്തിന് നിർദ്ദേശം നൽകി.
തയ്യൽ പരിശീലന പദ്ധതി നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങൾ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണെന്ന് വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ സമിതിയെ അറിയിച്ചു. വർക്ക്ഷോപ്പ്, സാങ്കേതിക പരിശീലനം ഉൾപ്പെടെ വിവിധ പരിശീലന പരിപാടികൾ നടത്തുന്നതിനുള്ള സാധ്യതകളും വകുപ്പ് പരിശോധിക്കുകയാണെന്നും വ്യവസായ വകുപ്പ് സമിതിയെ അറിയിച്ചു. ഇടമലക്കുടിയിൽ കുടുംബശ്രീയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനുള്ള നടപടി സ്വീകരിക്കാനും കളക്ടർ കുടുംബശ്രീക്ക് നിർദ്ദേശം നൽകി. ഒരു ഉത്തരവും കത്തൊക്കെ ഉണ്ട്. അതിൽ ഈ റോഡിനെ കുറിച്ച് പറയുന്നത് ആ റോഡിന്റെ മിഡിൽ നിന്ന് 50 feet ഓൺ ഐദർ സൈഡ്, 50 feet ഓൺ ഐദർ സൈഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ 100 feet വിഡ്ത്തിലുള്ള റോഡിനെ കുറിച്ചും അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ ഉത്തരവിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇടമലക്കുടിയിൽ വൈദ്യുതി കേബിളിന്റെ ഇലക്ട്രിക്കൽ തകരാറ് മഴ മാറിയാലുടൻ പരിഹരിക്കുമെന്നും മഴ തുടരുന്ന സാഹചര്യത്തിൽ കേബിൾ ജോയിന്റ് ചെയ്യുന്നത് സാങ്കേതിക തകരാറുകൾക്ക് കാരണമാകുമെന്നും KSEB യോഗത്തിൽ അറിയിച്ചു. ദേശീയപാത 85 വാളറ നീരിമംഗലം സ്ട്രക്ചറിൽ 259 മരങ്ങൾ മുറിക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ടെന്നും യൂസർ ഏജൻസി ഇത് മുറിച്ചു നീക്കിയതായും അപകട ഭീഷണിയായി നിന്നിരുന്ന 682 മരങ്ങളിൽ 303 മരങ്ങൾ മുറിച്ചു നീക്കിയതായും മൂന്നാർ DFO സമിതിയെ അറിയിച്ചു. സ്വച്ഛ് സർവേഷൻ പദ്ധതികൾ ദേശീയ തലത്തിൽ മികച്ച ശുചിത്വ നഗരസഭകളിൽ ഉൾപ്പെട്ട കട്ടപ്പന നഗരസഭയെയും തൊടുപുഴ നഗരസഭയെയും ജില്ലാ വികസന സമിതിയിൽ അനുമോദിച്ചു. പുരസ്കാരങ്ങളും കൈമാറി. അന്തരിച്ച പീരുമേട് MLA വാഴൂർ സോമന് അനുശോചനം രേഖപ്പെടുത്തിയാണ് ജില്ലാ വികസന സമിതി ആരംഭിച്ചത്. സിറ്റി വിഷൻ ഇടുക്കി. മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സപ്ലൈകോ ഓണ ഫെയറുകൾ ആരംഭിച്ചിട്ടുള്ളതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കട്ടപ്പനയിൽ ഇടുക്കി താലൂക്ക് ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിപണി വില നിയന്ത്രിക്കാൻ എല്ലാ സ്ഥലങ്ങളിലും ആവശ്യ സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. മതേതര കാഴ്ചപ്പാടുകൾ ഇളം തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ട പഴയകാല ഓർമ്മകളുടെ പുതിയ സ്മരണയാണ് ഓണാഘോഷമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ആവലാതികളും പരാധീനതകളുമുള്ള ഘട്ടത്തിൽ പോലും അത് മാറ്റിവെച്ച ഓണത്തെ വരവേൽക്കുന്നവരാണ് മലയാളികൾ. 2018-19 പ്രളയകാലത്തും പരിമിതമായ സൗകര്യങ്ങളിൽ നമ്മൾ ഓണം ആഘോഷിച്ചിട്ടുണ്ട്. വിദേശത്തും ഇത് തന്നെയാണ് കാണുന്നതെന്നും മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഓണത്തിന്റെ ചിന്തകൾ ഉയരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സപ്ലൈകോ ഓണം ഫെയറുകൾ ആരംഭിച്ചിട്ടുള്ളതെന്ന് മന്ത്രി വ്യക്തമാക്കി. ഓണം ആർക്കും ഒരു ആവലാതിയുടേതായി തോന്നിയിട്ടില്ല. ഇത് സന്തോഷത്തിൻ്റെതായിട്ടുള്ള ഒരു നിമിഷങ്ങളാണ്. ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടെങ്കിലും അതെല്ലാം സഹിച്ചുകൊണ്ട് തന്നെ മലയാളികൾ ഓണത്തെ എതിരേൽക്കുന്നതാണ്. ഓണം ഫെയറുകളിൽ 5% മുതൽ 50% വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. സെപ്റ്റംബർ 4 വരെയാണ് ഓണം ഫെയറുകൾ. കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നേർനാങ്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ KJ ബെന്നി കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ ജാൻസി ബേബി സമൃദ്ധി കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ ബിന്ദുലത രാജു, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ CS അജേഷ്, മനോജ് M തോമസ്, ഇടുക്കി താലൂക്ക് ഡിപ്ലോ മാനേജർ KR സന്തോഷ് കുമാർ, NFSA ജൂനിയർ അസിസ്റ്റന്റ് കൃഷ്ണകുമാരി അമ്മ എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ കട്ടപ്പന. ആറ്റുപുറമ്പോക്കിൽ പ്രവർത്തിക്കുന്നു എന്നാരോപിച്ച മൂന്നാർ ടൗണിലെ വ്യാപാരികളെ കുടിയൊഴിപ്പിക്കാനുള്ള ചില ഉദ്യോഗസ്ഥരുടെയും ഗൂഢസംഘടനകളുടെയും നീക്കം നിയമപരമായും അല്ലാതെയും നേരിടുമെന്ന മൂന്നാറിലെ കോൺഗ്രസ് നേതൃത്വം. ഈ വിഷയത്തിൽ ജനങ്ങളെ അണിനിരത്തി സമരപരിപാടികൾ നടത്തുമെന്ന് കോൺഗ്രസ് നേതൃത്വം മൂന്നാറിൽ വ്യക്തമാക്കി. മൂന്നാർ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ദേവികുളം സബ് കളക്ടർ നോട്ടീസ് നൽകിയ സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയിട്ടുള്ളത്. മൂന്നാർ ടൗണിൽ പ്രവർത്തിച്ചു വരുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് മുന്നോടിയായി ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ദേവികുളം സബ് കളക്ടർ നോട്ടീസ് നൽകിയിട്ടുള്ള സാഹചര്യത്തിലാണ് വിഷയത്തിൽ വ്യാപാരികൾക്ക് പിന്തുണയുമായി മൂന്നാറിലെ കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയിട്ടുള്ളത്. ആറ്റുപുറമ്പോക്കിൽ പ്രവർത്തിക്കുന്നു എന്നാരോപിച്ച് വ്യാപാരികളെ കുടിയൊഴിപ്പിക്കാനുള്ള ചില ഉദ്യോഗസ്ഥരുടെയും ഗൂഢസംഘങ്ങളുടെയും നീക്കം നിയമപരമായും അല്ലാതെയും നേരിടുമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ഈ വിഷയത്തിൽ ജനങ്ങളെ അണിനിരത്തി സമരപരിപാടികൾ നടത്തുമെന്ന് കോൺഗ്രസ് നേതാക്കൾ മൂന്നാറിൽ പറഞ്ഞു. തമ്മിലടിക്കാൻ ഞങ്ങൾ ആരും കോൺഗ്രസ് പാർട്ടി ഒരിക്കലും കൂട്ടിനിൽക്കില്ല. അത് ശക്തമായി ഞങ്ങൾ എതിരുണ്ടാകും. ഈ കോടതി ഉത്തരവ് അനുസരിച്ച്
എന്താണ് നീതി ന്യായം എന്നുള്ളത് വിളിച്ചിരുത്തി സംസാരിച്ച് തീർക്കണമല്ലാതെ ആവശ്യമില്ലാതെ ആൾക്കാരുടെ പേരിലെല്ലാം നോട്ടീസ് കൊടുത്തുകൊണ്ട് അവരെ ഊത്തിരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. അത് ശരിയല്ല എന്നുള്ളത് അഭിപ്രായമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ വെറുതെ യുദ്ധത്തിലേക്ക് തയ്യാറാകുന്നില്ല. ഒരു നൂറ്റാണ്ടിലധികമായി സ്വകാര്യ കമ്പനിയിൽ നിന്ന് ലഭിച്ച സ്ഥലത്ത് കടകൾ നിർമ്മിച്ച വ്യാപാരം നടത്തിവരുന്ന 44 വ്യാപാരികൾക്കാണ് ഇപ്പോൾ ആറ്റുപുറമ്പോക്ക് എന്ന പേരിൽ കുടിയൊഴിപ്പിക്കുന്നതിന് മുന്നോടിയായി നോട്ടീസ് നൽകിയിരിക്കുന്നത്. വ്യാപാരികൾ തമ്മിലുള്ള തർക്കത്തിന്റെ പേരിലുള്ള കോടതി വിധി വളച്ചൊടിച്ചാണ് നിലവിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വകാര്യ കമ്പനിയിൽ നിന്ന് ആധാരം ചെയ്തു വാങ്ങിയ ഭൂമിയിൽ നിർമ്മിച്ച വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും വ്യാപാരികളുടെയും അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളി കുടുംബങ്ങളുടെയും വഴിയാധാരമാക്കാൻ അനുവദിക്കില്ലെന്നും കോൺഗ്രസ് നേതാക്കളായ AK മണി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് S വിജയകുമാർ, മണ്ഡലം പ്രസിഡന്റ് C നെൽസൺ എന്നിവർ വ്യക്തമാക്കി. സിറ്റുവേഷൻ മൂന്നാർ. വീട്ടിനുള്ളിൽ കയറിയ മൂർഖൻ പാമ്പിനെ പിടികൂടി വനമേഖലയിൽ തുറന്നുവിട്ടു. അടിമാലി പൊളിഞ്ഞപാലം ഫയർഫോഴ്സ് സ്റ്റേഷന് സമീപത്തുള്ള വീട്ടിലാണ് മൂർഖൻ കയറിയത്. സ്നേക്ക് റെസ്ക്യൂവർ K ബുൾഹേന്ദ്രനെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. ഫയർ സ്റ്റേഷന് സമീപമുള്ള അനീഷിന്റെ വീട്ടിലാണ് മൂർഖൻ കയറിയത്. അനീഷിന്റെ കുട്ടി TV കാണുന്നതിനായി TV സ്റ്റാൻഡിനടുത്തെത്തിയപ്പോൾ പാമ്പ് ചീറ്റുകയായിരുന്നു. തുടർന്ന് വീട്ടുടമ അറിയിച്ചതിനെ തുടർന്ന് സമീപത്തുണ്ടായിരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തുകയും അപകടകരമായ സാഹചര്യമായതിനാൽ അടിമാലി ഫോറസ്റ്റ് റേഞ്ച് സ്നേക്ക് റെസ്ക്യൂവർ K ബുൾബേന്ദ്രനെ വിവരമറിയിക്കുകയുമായിരുന്നു. അടിമാലി ബക്കായിപ്പടിക്ക് സമീപം ഫയർഫോഴ്സിൻ്റെ അടുത്തായിട്ട് ഇന്ന് വൈകുന്നേരം 6:00 ഞങ്ങൾക്കൊരു മെസ്സേജ് വന്നു. ഫയർഫോഴ്സിൽ നിന്നാണ് ഞങ്ങളെ വിളിച്ചത്. ഇവിടെ ഒരു വീടിൻ്റെ ഉള്ളിൽ ഒരു 6 അടി നീളമുള്ള ഒത്തേരു മൂർഖൻ വീടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി 15 മിനിറ്റ് കൊണ്ട് ഇതിനെ റെസ്ക്യൂ ചെയ്തു. അടിമാലി ഫയർഫോഴ്സിൻ്റെ സഹായം ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ കൂടി വന്നിട്ടാണ് ഞങ്ങളിതിനെ റെസ്ക്യൂ ചെയ്തത്. 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പാമ്പിനെ പിടികൂടിയത്. 6 അടിയിലധികം നീളമുള്ള മൂർഖനെ പിന്നീട് രാത്രിയിൽ തന്നെ പാമ്പള വനമേഖലയിൽ തുറന്നുവിട്ടു. സിറ്റുവേഷൻ അടിമാലി. ഇനി പൊന്നോണക്കാഴ്ചകൾ. പൂക്കളവും വടംവലിയും തീറ്റ മത്സരവുമൊക്കെയായി ഓണാഘോഷം പൊടിപൊടിക്കുകയാണ്. ഇടുക്കി കട്ടപ്പനയിൽ സ്ത്രീകളും അതിഥി തൊഴിലാളികളും ഉൾപ്പെടെ പങ്കെടുത്ത അഖില കേരള തീറ്റ മത്സരം കാണികൾക്ക് ആവേശമായി. മഴയും തണുപ്പും നിറഞ്ഞ കാലാവസ്ഥ. എന്നാൽ തീറ്റ മത്സരത്തിന്റെ ആവേശം കട്ടപ്പനയെ ചൂടുപിടിപ്പിച്ചു. ചിരി ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തീറ്റ മത്സരത്തിൽ പങ്കെടുക്കാൻ സ്ത്രീകളും അതിഥി തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ എത്തി. തുടക്കം മുതൽ ആവേശം നിറഞ്ഞ മത്സരം. 16 ഇഡ്ഡലി കഴിച്ച കട്ടപ്പനക്കാരൻ ജിതിൻ ജിജി കപ്പടിച്ചു. 5001 രൂപയും പൂവൻ കോഴിയുമായിരുന്നു സമ്മാനം. 14 ഇഡ്ഡലി കഴിച്ച PS മനോജ് രണ്ടാമതെത്തിയപ്പോൾ ബംഗാൾ സ്വദേശി മംഗൾ 3ാം സ്ഥാനം നേടി. സ്വാഗതം ചെയ്യുന്നു. 10 ഇഡ്ഡലിയാണ് ഇദ്ദേഹം ഭക്ഷിച്ചത്. മലയാള ചരിത്രത്തിന്റെ പ്രസിഡന്റ് ശ്രീ സണ്ണി സ്റ്റോറിലാണ്. ഒരു നല്ല കൈയ്യടി കൊടുക്കാം. 9 ഇഡ്ഡലിയാണ് ഇദ്ദേഹം കഴിച്ചത്. മത്സരത്തിനായി 1000 ഇഡ്ഡലിയാണ് മലയാളി ചിരി ക്ലബ് കരുതിയിരുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി സമ്മാനദാനം നിർവഹിച്ചു. ക്ലബ്ബ് രക്ഷാധികാരി ജോർജി മാത്യു, പ്രസിഡന്റ് സണ്ണി സ്റ്റോറിൽ, സെക്രട്ടറി ER അശോകൻ, മനോജ് വർക്കി, വിപിൻ വിജയൻ, പ്രിൻസ് മൂലേച്ചാലിൽ, ടിജിൻ ടോം എന്നിവർ നേതൃത്വം നൽകി. സിറ്റുവേഷൻ കട്ടപ്പന. കുടുംബസംഗമവും വാർഷിക യോഗവും ഓണാഘോഷവും നടന്നു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ രാജകുമാരി സൗത്ത് വിശ്വബ്രഹ്മോദയം ശാഖയുടെ കുടുംബസംഗമവും വാർഷിക യോഗവും ഓണാഘോഷവുമാണ് നടന്നത്. രാജകുമാരി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമവും ഓണാഘോഷവും വിശ്വകർമ്മ സൗഹൃദ നിധിയുടെ സ്ഥാപകൻ ഷാജി ആര്യമംഗലം ഉദ്ഘാടനം ചെയ്തു.
അഖില കേരള വിശ്വകർമ്മ മഹാസഭ രാജകുമാരി സൗത്ത് വിശ്വബ്രഹ്മോദയം ശാഖയുടെ 5ാമത് കുടുംബസംഗമവും വാർഷിക യോഗവും ഓണാഘോഷവും നടന്നു. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമം സാഹിത്യകാരനും പ്രഭാഷകനും വിശ്വകർമ്മ സൗഹൃദ നിധിയുടെ സ്ഥാപകനുമായ ഷാജി ആര്യമംഗലം ഉദ്ഘാടനം ചെയ്തു. ഓരോ ഭാവനകളുടെയും സമ്പൽ സമൃദ്ധിക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് അവശത അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തുവാനും കൈത്താങ്ങാകുവാനുമുള്ള കർമ്മ പദ്ധതിയാണ് വിശ്വകർമ്മ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം ചേർന്ന് നിർത്തുവാനും കൈത്താങ്ങാകുവാനും സാധിക്കുന്ന ഒരു കർമ്മ പദ്ധതി കൂടിയാണ് വിശ്വബ്രഹ്മോദയം എന്ന ഈ യൂണിറ്റിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ നിന്ന് ഓരോരുത്തരും ഈ കുടുംബസംഗമം കഴിഞ്ഞ് കുടുംബസംഗമത്തിന്റെയും ഓണാഘോഷത്തിന്റെയും ഭാഗമായി ശാഖയിലെ മുഴുവൻ ആളുകൾക്കും ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ഓണഫണ്ടുകളുടെ വിതരണവും നടന്നു. ഉഴവൂർ സഹദേവൻ ആശംസകൾ നേർന്നു സംസാരിച്ചു. പ്രസിഡന്റ് സുരേഷ് വാരിക്കാട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന കുടുംബസംഗമത്തിൽ വൈസ് പ്രസിഡന്റ് പ്രേമചന്ദ്രൻ, സെക്രട്ടറി സുരേഷ് എള്ളിൽ, ജോയിന്റ് സെക്രട്ടറി ബിന്ദു ബിജു, ട്രഷറർ ബീന സുരേഷ്, ഓഡിറ്റർ അമ്പിളി സാബു, കമ്മിറ്റി അംഗങ്ങളായ അമ്പാടി കാക്കുച്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും ഓണമത്സരങ്ങളും ഓണസദ്യയും നടന്നു. സിറ്റി വിഷൻ, രാജകുമാരി. വായനയ്ക്ക് ഗുഡ് ബൈ പറയുന്ന പുതുതലമുറയ്ക്ക് വിഭിന്നമായി മനുഷ്യനെ വായനയുടെ മായാലോകത്തേക്ക് എത്തിക്കുകയാണ് സേനാപതി അഞ്ചുമുക്കിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ. ആയിരങ്ങൾക്ക് അക്ഷരം പകർന്നു നൽകിയ ആശാന്റെ ഓർമ്മകൾ നിലനിർത്തണമെന്ന പ്രദേശവാസികളുടെ ആഗ്രഹപ്രകാരം KN രാഘവൻ ആശാൻ മെമ്മോറിയൽ വായനശാല പ്രവർത്തിച്ചു വരികയാണ്. വായനശാലയുടെ നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷവും സംഘടിപ്പിച്ചു. 1958 കൊടിയേറ്റക്കാരനായി സേനാപതി അഞ്ചുമുക്കിലെത്തിയ KN രാഘവൻ ആശാൻ 1960 ആശാൻ കളരി സ്ഥാപിച്ച കുട്ടികളെ എഴുത്തിനിരുത്താൻ ആരംഭിക്കുകയും സേനാപതി, ശാന്തൻപാറ, രാജകുമാരി, ഉടുമ്പൻചോല എന്നീ പഞ്ചായത്തുകളിൽ നിന്നായി 10,000-ഓളം കുട്ടികളെ അക്ഷരം പഠിപ്പിച്ച ആശാൻ 1998 വരെ ഈ ഉദ്യമം തുടർന്നു. 1999 മരണപ്പെടുകയും ചെയ്തു. ആയിരങ്ങൾക്ക് അക്ഷരം പകർന്നു നൽകിയ ആശാന്റെ ഓർമ്മകൾ നിലനിർത്തണമെന്ന പ്രദേശവാസികളുടെ ആഗ്രഹപ്രകാരം KN രാഘവൻ ആശാൻ മെമ്മോറിയൽ വായനശാല എന്ന പേരിൽ 2012 അഞ്ചുമുക്കിൽ വായനശാല ആരംഭിക്കുകയും വായനയെയും എഴുത്തിനെയും കായിക മത്സരങ്ങളെയും പ്രോത്സാഹിപ്പിച്ചും വരികയാണ്. എന്നാൽ വളരെയേറെ പരിമിതിയിൽ പ്രവർത്തിക്കുന്ന സംഘത്തിന് ലൈബ്രറി കൗൺസിലിന്റെയോ സ്പോർട്സ് കൗൺസിലിന്റെയോ ത്രിതല പഞ്ചായത്തുകളുടെയോ ഒരു സഹായവും നാളിതുവരെ ലഭിച്ചിട്ടില്ല എന്ന് സംഘാടകർ പറയുന്നു. ഇപ്പൊ ഈ വായന മരിക്കുന്ന ഈ സമൂഹത്തിൽ, ഈ സന്ദർഭത്തിൽ കുട്ടികൾക്ക് വായനാശീലം വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. അതിന് കുറേയധികം കളക്ഷൻ നമ്മൾ സെക്രട്ടറിയുടെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രിതല പഞ്ചായത്തുകളോ സർക്കാർ തലത്തിൽ നിന്നോ ഞങ്ങൾക്ക് യാതൊരു സഹായവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ കൊണ്ട് മാത്രം കളിച്ചടക്കുന്ന കുട്ടികളുടെ ഇടയിലേക്ക് നമുക്ക് വായനാശീലം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ KN രാഘവൻ ആശാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഉദ്ദേശവും ലക്ഷ്യവും. എല്ലാ വർഷവും നാടിന്റെ ആഘോഷമായി അത്തം മുതൽ തിരുവോണനാൾ വരെ വിപുലമായ ഓണാഘോഷ പരിപാടികൾ നടത്തി വരാറുണ്ട്. ഈ വർഷത്തെ ഓണാഘോഷങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷീന ബിജു കൊടിയേറ്റിയതോടെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി. ഓണാഘോഷ കൺവീനർ KB സന്തോഷ് ലോഗോ പ്രകാശനവും നിർവഹിച്ചു. പുതുമ നിറഞ്ഞതും സ്ത്രീകളെയും കുട്ടികളെയും ആകർഷിക്കുന്ന വിവിധങ്ങളായ മത്സരങ്ങളും നടന്നു. ക്ലബ് പ്രസിഡന്റ് അജി സേനാപതി, സെക്രട്ടറി രതിൻ PS, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, സേനാപതി. ഇടുക്കി രൂപതയുടെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദേവമാതാ പള്ളിയിൽ 8 നോമ്പാചരണത്തിനും പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിനും കൊടിയേറി. ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ എബ്രഹാം പുറയാറ്റ് കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദേവമാതാ പള്ളിയിലെ 8 നോമ്പാചരണത്തിനും പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിനും തുടക്കമായി. തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ എബ്രഹാം പുറയാറ്റ് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. തിരുസ്വരൂപ പ്രതിഷ്ഠ നടത്തിയ ശേഷം ആഘോഷമായ വിശുദ്ധ കുർബാനയർപ്പിച്ച് സന്ദേശവും നൽകി. അനുഗ്രഹങ്ങളെ വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെയും നന്മകളെയും ഓർത്തുകൊണ്ട്
നന്ദി സൂചനയോടുകൂടി നന്ദീകരണം. സെപ്റ്റംബർ 1 തീയതി വൈകിട്ട് 5 മണിക്ക് ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ പൊന്തിഫിക്കൽ കുർബാന, 5 തീയതി പാലാ രൂപത മുൻ സഹായ മെത്രാൻ മാർ ജേക്കബ് മുരിക്കിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ പൊന്തിഫിക്കൽ കുർബാന, 6 തീയതി ശനിയാഴ്ച ഇടുക്കി രൂപത മെത്രാൻ നയിക്കുന്ന മരിയൻ തീർത്ഥാടനത്തിന് സ്വീകരണവും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ പൊന്തിഫിക്കൽ കുർബാനയും, 7 തീയതി വൈകിട്ട് 6:30 പ്രസിദ്ധമായ ടൗൺ പ്രദക്ഷിണം, 8 തീയതി ആഘോഷമായ തിരുനാൾ കുർബാനയും പ്രസുദേദ്യ വ്യാഴ്ചയും, സെപ്റ്റംബർ 15 തിങ്കളാഴ്ച 8 തിരുനാൾ എല്ലാ ദിവസങ്ങളിലും കുർബാനയും നൊവേനയും ജപമാലയും നടത്തപ്പെടുന്നു. വികാരി മോൺസിന്തോ ജോസ് നരിതൂക്കിൽ, സഹവികാരിമാരായ ഫാദർ ജോബി മാതാളിക്കുന്നേൽ, ഫാദർ അലക്സ് ചേന്നകുളം എന്നിവർ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. സിറ്റി വിഷൻ രാജകുമാരി. ഇനി ചെറിയൊരിടവേള. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി രാമക്കൽമേട്ടിനും കാറ്റാടിപ്പാലത്തിനും ഇടയിലുള്ള തൂക്കുപാലത്ത് സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇന്നിലാണ്. സാൻവിക ഇന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരേ സമയം 1000-ൽ പരം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഈ ഒരു ഓഡിറ്റോറിയം ആണ്. നമുക്കൊരു ഗ്രൂപ്പ് ഇവന്റോ ഡെസ്റ്റിനേഷൻ മാരേജ് ഫംഗ്ഷനോ ഒക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹാള് അതിന് പറ്റിയ ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇനി പേഴ്സണൽ ഫംഗ്ഷൻസ് ഒക്കെ മാറ്റി പ്രൊഫഷണൽ ഓർ ഒഫീഷ്യൽ പ്രോഗ്രാംസിനായിട്ടൊരു പ്ലേസ് ആണ് നോക്കുന്നതെങ്കിൽ ലൈക്ക് ബോർഡ് മീറ്റിംഗ്, ആനുവൽ മീറ്റിംഗ്, പ്രസന്റേഷൻ ഇതൊക്കെ നടത്താൻ പറ്റിയ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഈ കാണുന്ന ഒരു മീറ്റിംഗ് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി സ്റ്റേക്കേഷൻ നോക്കുന്നവർക്കാണെങ്കിൽ റൂംസിന്റെ കാര്യത്തിലും ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഡിഫറെന്റ് കാറ്റഗറി ഓഫ് റൂംസ് സാൻവിക്കയിൽ അവൈലബിൾ ആണ്. ഡീലക്സ് റൂം ആണെങ്കിലും ഹണിമൂൺ കപ്പിൾസിന് സ്പെഷ്യൽ റൂം, ഇനി അതല്ല ഒരു ഫാമിലിക്ക് ആയിട്ടാണെങ്കിൽ നല്ല ജാക്കൂസിയും നല്ല വ്യൂ വരുന്ന ബാൽക്കണിയും ഒക്കെയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സ്യൂട്ട് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി എന്റർടൈൻമെന്റ് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിൽ നോ കോംപ്രമൈസ്. യെസ്, ഇൻ ഹൗസ് സൂംബ ട്രെയിനിങ്, റെസ്റ്റോറന്റ്, പൂൾ, ക്യാമ്പ് ഫയർ, സൈറ്റ് സീയിങ് തുടങ്ങിയ എല്ലാ എന്റർടൈൻമെന്റ്സും സാൻവിക നമുക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഇവന്റ് ഓർ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിന് പറ്റിയ ഒരു ഇടമാണ് ഇടുക്കിയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇൻ. അപ്പൊ എങ്ങനെ അടുത്ത ട്രിപ്പ് സാൻവിക്കയിലോട്ട് പ്ലാൻ ചെയ്യല്ലേ? ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്.
RSP ഉടുമ്പൻചോല നിയോജകമണ്ഡലം സെക്രട്ടറിയും പ്രവർത്തകരും പാർട്ടി വിട്ട CPIയിൽ ചേർന്നു. CPI ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ ചേർന്ന് പ്രവർത്തകരെ സ്വീകരിച്ചു. RSP ഉടുമ്പൻചോല നിയോജകമണ്ഡലം സെക്രട്ടറിയും RYF ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായിരുന്ന അജേഷ് മണികണ്ഠൻ, RSP നെടുങ്കണ്ടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിനു VJ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ CPIയിൽ ചേർന്നത്. ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ CPIക്ക് മാത്രമേ കഴിയൂ എന്ന തിരിച്ചറിവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമെടുക്കുവാൻ കാരണമെന്ന് അജേഷ് മണികണ്ഠൻ പറഞ്ഞു. ഇന്ത്യയിലെ ഉയർന്നു വരുന്ന വർഗീയതയ്ക്കെതിരെ പൊരുതുവാൻ വേണ്ടി യഥാർത്ഥ ആശയങ്ങൾ ഉൾക്കൊണ്ട് സംയോജിതമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ സജ്ജമായിക്കൊണ്ടിരിക്കുന്ന CPI എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് ഈ നാട്ടിലെ സാധാരണക്കാർക്കും മനുഷ്യരായിട്ട് പിറക്കുന്ന ആളുകൾക്ക് ഇക്വാലിറ്റി എന്ന് പറയുന്ന ആ വാചകത്തിൽ ഊന്നി നിന്നുകൊണ്ട് രാജ്യത്ത് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അവനവൻ്റെ കാര്യങ്ങൾക്ക് യാതൊരു മടിയും കൂടാതെ ഭയവും കൂടാതെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് CPI മണ്ഡലം സെക്രട്ടറി സുരേഷ് പള്ളിയാടി രക്തപതാക കൈമാറി ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. RSPയുടെ ഉടുമ്പൻചോല നിയോജക മണ്ഡലം സെക്രട്ടറി സഖാവ് അജേഷ് മണികണ്ഠനും, RSPയുടെ നെടുങ്കണ്ടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് ബിനുവും CPIയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവരെ വളരെ ഹാർദവുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. CPI മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ അജീഷ് മുതുകുന്നിൽ, KG ഓമനക്കുട്ടൻ, MB ഷിജി കുമാർ, CM വിൻസെന്റ്, S വിജു, സിന്ധു പ്രകാശ്, ലേഖ ത്യാഗരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. മഴക്കാലം കഴിഞ്ഞതോടെ മൂന്നാറിന്റെ വിവിധയിടങ്ങളിലായി കുറിഞ്ഞിച്ചെടികൾ പൂവിട്ടു. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലെ ചില ഭാഗങ്ങളിലും ഗ്രാംസ്റ്റാൻഡ് എസ്റ്റേറ്റിലും മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് റോഡിലുമാണ് കുറിഞ്ഞിപ്പൂക്കൾ വിടർന്നു നിൽക്കുന്നത്. 2030 വരാൻ പോകുന്ന കുറിഞ്ഞി വസന്തത്തിന് മുമ്പേ കുറിഞ്ഞിച്ചെടികൾ അങ്ങിങ്ങായി പൂവിട്ടു നിൽക്കുന്ന കാഴ്ച സഞ്ചാരികൾക്ക് കൗതുകവും സന്തോഷവും നൽകുന്നുണ്ട്. പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂവിടുന്ന കുറിഞ്ഞിച്ചെടികൾ 2018 മൂന്നാറിന്റെ മലനിരകളെ നീലവസന്തത്തിലാക്കിയത്. കൊളുക്കുമലയിലെ മലനിരകളിലും ഇരുവികുളം നാഷണൽ പാർക്കിന്റെ ഭാഗമായി രാജമലയിലുമാണ് കുറിഞ്ഞിച്ചെടികൾ പൂത്തത്. അന്ന് ആയിരക്കണക്കിന് സഞ്ചാരികളാണ് കുറിഞ്ഞി വസന്തം കാണുവാൻ മൂന്നാറിലെത്തിയത്. അടുത്തതായി 2030 കുറിഞ്ഞിച്ചെടികൾ പൂവിടാൻ സാധ്യതയുള്ളതെന്നാണ് പ്രതീക്ഷ. അതിനിടയിലാണ് മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി പോകുന്ന വഴിയിലെ ചിലയിടങ്ങളിലും ഗ്രാംസ്ലാൻഡ് എസ്റ്റേറ്റിന്റെ ചിലയിടങ്ങളിലും മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് റോഡിലും കുറിഞ്ഞിച്ചെടികൾ പൂവിട്ടിട്ടുള്ളത്. സാധാരണ കുറിഞ്ഞിച്ചെടികൾ വ്യാപകമായി മലനിരകളിൽ പൂത്തുലയുന്നതിന് മുമ്പായി ഇത്തരത്തിൽ ചിലയിടങ്ങളിൽ കുറിഞ്ഞിപ്പൂക്കൾ വിടരാറുണ്ട്. വീണ്ടും കുറിഞ്ഞി വസന്തമുണ്ടായാൽ ആ കാഴ്ച കാണുവാൻ സഞ്ചാരികൾ മൂന്നാറിലേക്ക് ഒഴുകും. അതുകൊണ്ട് തന്നെ കുറിഞ്ഞിക്കാലത്തിന് വരവേക്കിയുള്ള പൂക്കളാണോ ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ളതെന്ന ആകാംക്ഷ മൂന്നാറിന്റെ ടൂറിസം മേഖലയ്ക്കുണ്ട്. എന്തായാലും 2030 വരാൻ പോകുന്ന കുറിഞ്ഞി വസന്തത്തിനു മുമ്പേ കുറിഞ്ഞിച്ചെടികൾ അങ്ങിങ്ങായി പൂവിട്ട് നിൽക്കുന്ന കാഴ്ച സഞ്ചാരികൾക്ക് കൗതുകവും സന്തോഷവും നൽകുന്നുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ. ദേവികുളം നിയോജക മണ്ഡലതല ഓണാഘോഷം ഇത്തവണ മൂന്നാറിൽ വെച്ച് നടത്തുമെന്ന് അഡ്വക്കേറ്റ് രാജ MLA പറഞ്ഞു. അടുത്ത മാസം 4 മുതൽ 7 വരെയാണ് ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത്. DTPCയുടെ സഹകരണത്തോടെ മൂന്നാർ, ദേവികുളം, പള്ളിവാസൽ പഞ്ചായത്തുകൾ സംയുക്തമായാണ് ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ നടത്തുന്നത്. സംസ്ഥാനതല ഓണാഘോഷങ്ങൾക്ക് പുറമെ നിയോജക മണ്ഡലങ്ങളിലും ഓണാഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. ദേവികുളം നിയോജക മണ്ഡലതല ഓണാഘോഷം ഇത്തവണ മൂന്നാറിൽ വെച്ച് നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തദ്ദേശീയരായ ആളുകൾക്ക് പുറമെ മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെ കൂടി ലക്ഷ്യമിട്ടാണ് ആഘോഷ പരിപാടികൾ ഒരുങ്ങുന്നത്. അടുത്ത മാസം 4 മുതൽ 7 വരെ ഓണാഘോഷ പരിപാടികൾ നടക്കും.
DTPCയുടെ സഹകരണത്തോടെ മൂന്നാർ, ദേവികുളം, പള്ളിവാസൽ പഞ്ചായത്തുകൾ സംയുക്തമായാണ് ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ നടത്തുന്നതെന്ന് അഡ്വക്കേറ്റ് എ രാജ MLA പറഞ്ഞു. മൂന്നാർ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തൊട്ടടുത്തുള്ള ദേവികുളം, പള്ളിവാസൽ 3 പഞ്ചായത്തുകളും സംയുക്തമായി DTPCയുമായി ചേർന്നുകൊണ്ടാണ് ഓണാഘോഷം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇതോട് അനുബന്ധിച്ച് കലാപരിപാടികളുണ്ട്. 4-ാം തീയതി ആരംഭിക്കുന്ന ഓണാഘോഷം ഫ്ലാഗ് ഓഫോടുകൂടി തുടങ്ങും. ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. 7-ാം തീയതി ഘോഷയാത്ര നടക്കും. ഘോഷയാത്ര ബൊട്ടാണിക്കൽ ഗാർഡനിൽ സമാപിച്ച ശേഷം പൊതുസമ്മേളനം നടക്കും. അവധി ദിവസങ്ങൾ ആഘോഷിക്കാൻ മൂന്നാറിലേക്ക് വലിയ തോതിൽ വിനോദസഞ്ചാരികൾ എത്തിയേക്കുമെന്നാണ് വിലയിരുത്തൽ. വിനോദസഞ്ചാരികൾക്ക് കൂടി ആസ്വദിക്കാനാകും വിധമാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. സിറ്റി വിഷൻ, മൂന്നാർ. ചേരമ സംഭവ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പീരുമേട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളിയുടെ 162ാം ജന്മദിനാചരണം നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആഷ്ലി ബിനോയ് ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗം ജാതീയമായ അധിക്ഷേപം നേരിടുമ്പോൾ സർക്കാരും പോലീസും നോക്കുകുത്തിയായി മാറി നിൽക്കുകയാണെന്ന് ആഷ്ലി ബിനോയ് കുറ്റപ്പെടുത്തി. ഇത് ചെറുത്തു തോൽപ്പിക്കാൻ പട്ടികജാതി സംഘടനകൾ ഒന്നിച്ചു നിൽക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. KV പ്രസാദ് അധ്യക്ഷനായി. കേരള പള്ളർ സമുദായ സംസ്ഥാന പ്രസിഡന്റ് S കാളീശ്വരൻ ജന്മദിന സന്ദേശം നൽകി. പ്രിയാമോൾ അനീഷ്, TK ഷൈജു, വിനീഷ് ഗോപി, DO തങ്കച്ചൻ, TG അനിൽ, അമ്പിളി ചെസാം, ആശാ ജയൻ, AP ഗോപി, PP സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. ചലച്ചിത്ര താരം ജിജി കൈതക്കലിനെ ചടങ്ങിൽ ആദരിച്ചു. തന്നെ കൊല്ലാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നുവെന്ന മറുനാടൻ മലയാളി ഓൺലൈൻ ഉടമ ഷാജൻ സ്കറിയ. ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന CPM പ്രവർത്തകനാണ്. 5 പ്രതികളെയും തിരിച്ചറിഞ്ഞു. എന്നാൽ പ്രതികൾക്ക് CPM സംരക്ഷണം നൽകുകയാണ്. പോലീസ് അന്വേഷണത്തിൽ ഇതുവരെ വീഴ്ചയില്ലെന്നും ഷാജൻ സ്കറിയ തൊടുപുഴയിൽ പറഞ്ഞു. ഇവർ ശ്രമിച്ചത് എന്നെ വലിച്ച് താഴെ ഇറക്കി, പാവരി മൂലം അവർ ശ്രമിച്ചുകൊണ്ട് എന്നെ വലിച്ച് താഴെ ഇറക്കി ആൾക്കൂട്ടത്തിൽ ഭീകരം മർദ്ദിക്കാനായിരുന്നു, കൊല്ലാനായിരുന്നു. അതിനകത്ത് ഒരു സംശയം എനിക്കില്ല. കാരണം എന്ന് വെച്ചാൽ അവർ അതിനുള്ള കരുതലോടെയാണ് വന്നിരുന്നത്. കൃത്യമായ പദ്ധതി അവർക്കുണ്ടായിരുന്നു. അവൻ വലിച്ച ആൾക്കൂട്ടത്തിലിട്ട് കൊല്ലുക എന്ന ഉദ്ദേശമായിരുന്നു. പക്ഷേ ഈ പറയുന്ന ആൾ വരികയും സീറ്റ് ബെൽറ്റ് ഉള്ളത് കാരണം ഞാൻ സത്യത്തിൽ എനിക്ക് ഒരുപാട് പ്രതിരോധിക്കാൻ കഴിയാതെ വന്ന് ഇനി സീറ്റ് ബെൽറ്റ് അഴിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സീറ്റ് ബെൽറ്റ് അഴിച്ചാൽ എന്നെ വെളിയിലിറക്കും. അവരുടെ ലക്ഷ്യം മുഴുവൻ സീറ്റ് ബെൽറ്റ് അഴിച്ച് വെളിയിലിറക്കി കൊല്ലുക എന്നുള്ളത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ട് എനിക്ക് പലപ്പോഴും ഈ മർദ്ദനത്തെ പ്രതിരോധിക്കാൻ കഴിയും. പക്ഷെങ്കിൽ പോലും ഈ ഭാഗത്താണ് മർദ്ദനം. അതുകൊണ്ടാണ് എൻ്റെ മർദ്ദനം മുഴുവൻ ഈ ഭാഗത്താണ്. മുഖത്തിൽ എനിക്ക് വാതോട് തുറക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇല്ല, ഇപ്പം 2 ദിവസം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ശരിയായി. ഇപ്പോഴും എനിക്ക് നെഞ്ചിന് വേദനയുണ്ട്. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ ചിത്രപുരം KCEB ഗ്രൗണ്ടിലെ സ്റ്റേഡിയം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പള്ളിവാസൽ മണ്ഡലം കമ്മിറ്റി രംഗത്ത്. സ്റ്റേഡിയത്തിനായി ദേവികുളം MLAയും കായിക വകുപ്പും ചേർന്ന് 1 കോടി രൂപ അനുവദിച്ച പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും ഇപ്പോൾ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. അടിയന്തരമായി തന്നെ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് യുവാക്കൾക്കായി തുറന്നു നൽകണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ ചിത്രപുരം KCEB ഗ്രൗണ്ട് സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട എ രാജ MLAയുടെ 50 ലക്ഷവും കായിക വകുപ്പിന്റെ 50 ലക്ഷം കൂട്ടി 1 കോടി രൂപയുടെ പ്രൊജക്ട് ഇവിടെ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് 1 വർഷം മുന്നേ തന്നെ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തുകയുണ്ടായി. അത് കഴിഞ്ഞ പിന്നെ ഈ ഗ്രൗണ്ടിലെ മണ്ണ് മാറ്റുന്ന ഒരു പ്രവൃത്തി അല്ലാണ്ട് യാതൊരു നിർമ്മാണ പ്രവർത്തനം ഇന്ന നാളുകൾ നടന്നിട്ടില്ല. അല്ലാത്തപക്ഷം ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് മണ്ഡലം പ്രസിഡന്റ് ഗുണശേഖരൻ രാജൻ അറിയിച്ചു. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെന്നീസ് ജ്വല്ലറി. ബെന്നീസ് ജ്വല്ലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 18K 750, 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജ്വല്ലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 9705 രൂപ, പവന് 77,640 രൂപ, വെള്ളി ഗ്രാമിന് 120. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
സിറ്റി വിഷൻ ബ്രേക്കിംഗ് ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിച്ചു കിട്ടിയ വീട് നിർമ്മിക്കാനാകാതെ ആദിവാസി കുടുംബങ്ങൾ. ചിന്നക്കനാൽ 300 സമീപം കഴിയുന്നവർക്ക് NOC നൽകാതെ റവന്യൂ വകുപ്പ്. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ പദ്ധതി നടപ്പാക്കുന്നതിൽ വകുപ്പുകൾ പ്രത്യേക പരിഗണന നൽകണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്. റോഡ് നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കാനും നിർദ്ദേശം. മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സപ്ലൈകോ ഓണം ഫെയറുകൾ ആരംഭിച്ചിട്ടുള്ളതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. മൂന്നാർ ടൗണിലെ വ്യാപാരികളെ കുടിയൊഴിപ്പിക്കാനുള്ള ചില ഉദ്യോഗസ്ഥരുടെയും ഗൂഢസംഘങ്ങളുടെയും നീക്കം നിയമപരമായും അല്ലാതെയും നേരിടുമെന്ന മൂന്നാറിലെ കോൺഗ്രസ് നേതൃത്വം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.